ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ അനുസരണം കിട്ട വാശിക്കാരനായ യോനയെ കപ്പൽക്കാർ കടലിലിട്ടതായി കണ്ടു. യോനയെ കപ്പൽക്കാർ ആർത്തിരമ്പുന്ന കടലിലിട്ടു. അവൻ രക്ഷപ്പെടത്തില്ല എന്നവർ ചിന്തിച്ചു. ദൈവത്തോട് മാപ്പ് അപേക്ഷിക്കുന്നു. ദൈവം ദീർഘക്ഷമ കാണിക്കുന്നു. യോനയെ ദൈവം ഉപേക്ഷിച്ചില്ല. ദൈവം യോനയുടെ രക്ഷയ്ക്കായിട്ട് ഒരു മത്സ്യത്തെ കൽപ്പിച്ചാക്കിയിരിക്കുന്നു. മഹാമത്സ്യം അവനെ വിഴുങ്ങി. യോന പ്രാണഭയത്തിലായി. മരിക്കാൻ ആഗ്രഹിച്ച താൻ പ്രാണഭയത്തിലായി. താൻ ചെയ്യുന്നത് അനുസരണക്കേടാണ്, പാപമാണ് എന്നറിഞ്ഞിട്ടും അവൻ ദൈവത്തെ ഭയമില്ലാത്തവനായി കപ്പലിൻ്റെ അടിത്തട്ടിൽ കിടന്നുറങ്ങിയവനാണ്. എന്നാൽ ഇപ്പോൾ ഇതാ മഹാമത്സ്യത്തിൻ്റെ വയറ്റിൽ അവൻ പ്രാണഭയത്തിലായിരിക്കുന്നു. പ്രാണഭയത്തിലായ യോന ദൈവത്തോട് തൻ്റെ പ്രാണന് വേണ്ടി അപേക്ഷിക്കുന്നു. മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്ന ദൈവത്തോട് നിലവിളിക്കേണ്ടി വന്ന യോനായുടെ അവസ്ഥ നമുക്ക് 2-ാം അധ്യായത്തിൽ മനസ്സിലാക്കാം. കൂടാതെ സങ്കീർത്തനം 18-4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് പോലെ, മരണപാശങ്ങൾ എന്നെ ചുറ്റി, അഗാധ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു, പാതാള പാശങ്ങൾ എന്നെ വളഞ്ഞു, മരണത്തിൻ്റെ കെണികളും എന്നെ തുടർന്ന് പിടിച്ചു. എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവത്തോട് നിലവിളിച്ചു. അവൻ തൻ്റെ മന്ദിരത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ട് തിരുമുൻപിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവൻ്റെ ചെവിയിലെത്തി. വീണ്ടും സങ്കീർത്തനങ്ങൾ 113:1-6 വരെ വായിക്കുമ്പോൾ, മരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ എന്നെ പിടിച്ചു, ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. അപ്പോൾ ഞാൻ ദൈവത്തോട് നിലവിളിച്ചു, അയ്യോ യഹോവേ, എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന് ഞാൻ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിച്ചു. ഞാൻ എളിമപ്പെട്ടു, അവൻ എന്നെ രക്ഷിച്ചു എന്നും വായിക്കുന്നു. പ്രാണഭയത്തിലായ യോന എളിമപ്പെട്ടപ്പോൾ ദൈവം മത്സ്യത്തോട് കൽപ്പിച്ചു. അത് യോനയെ കരയിൽ ഛർദ്ദിച്ചു. നാമം എളിമപ്പെടുമ്പോൾ ദൈവം നമ്മെ ഒരു സുരക്ഷിത സ്ഥാനത്ത് എത്തിക്കും. അവൻ്റെ കോപം അല്പനേരത്തേക്കേ ഉള്ളൂ. അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. 3-ാം അധ്യായത്തിൽ യോനയോട് ദൈവം രണ്ടാമതും നിനവിലേക്ക് പോകുവാനും ദൈവം അരുളിച്ചെയ്യുന്ന പ്രസംഗം പ്രസംഗിക്കാനും കൽപ്പിക്കുന്നു. അവൻ മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടപ്പോൾ തെറ്റ് മനസ്സിലാക്കി വളരെ പെട്ടെന്ന് തന്നെ ദൈവകൽപ്പന അനുസരിച്ച് നിനവിലേക്ക് പോയി. 3 ദിവസത്തെ വഴി ദൂരമുള്ള നിനവയിൽ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ യോന പ്രസംഗിച്ചു. ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനവെ ഉന്മൂലനാശമാകും എന്ന് വിളിച്ചു പറഞ്ഞു. ആദ്യ ദിവസം തന്നെ നിനവേക്കാർ കേട്ട് ദൈവത്തെ ഭയപ്പെട്ടു. വർത്തമാനം രാജാവിൻ്റെ സന്നിധിയിലും എത്തി. രാജാവ് ദൈവത്തെ ഭയപ്പെട്ട് സിംഹാസനത്തിൽ നിന്നും താഴെ ഇറങ്ങി രട്ടുടുത്തു. രാജാവും നിനവേക്കാരോടെ മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഉപവാസം പ്രഖ്യാപിച്ചു. എല്ലാ പാപസ്വഭാവങ്ങളും വിട്ട് ദൈവത്തെ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കുവാൻ ആഹ്വാനം ചെയ്തു. അവിടെയുള്ള ചെറിയവരും വലിയവരും ഒരുപോലെ രാജകൽപ്പന അനുസരിച്ചു. ദൈവം അവർക്ക് അനർത്ഥമൊന്നും വരുത്തിയില്ല. 3:10 ദൈവം അവരുടെ പ്രവൃത്തികൾ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തും എന്നരുളി ചെയ്തിരുന്ന അനർത്ഥത്തെക്കുറിച്ച് അനുതപിച്ചു. അത് വരുത്തിയില്ല. സങ്കീർത്തനം 36:6 യഹോവ മനുഷ്യരെയും മൃഗങ്ങളെയും രക്ഷിക്കുന്നു. യോന ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ പ്രസംഗിച്ചു. നിനവേക്കാർ അത് കേട്ട് മാനസാന്തരപ്പെട്ടു, ദൈവത്തിൽ വിശ്വസിച്ചു. അത് ദൈവം അവർക്ക് നീതിയായി കണക്കിട്ടു.